ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ തൊമ്മൻകുത്തിന് സമീപമുള്ള കുത്തിനരികിലാണ്. ഇപ്പോൾ രാവിലെ 9 മണി. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരാൾ വെള്ളച്ചാട്ടത്തിൽ ചാടി തിമിർത്ത് കുളിക്കുന്നുണ്ടായിരുന്നു. ദിവസേന ഇവിടെ അനേകം ആളുകൾ, സ്വദേശീയരും വിദേശീയരും ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണുവാൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഞാൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. വൻമരങ്ങളും അതുപോലെ വലിയൊരു സ്വിമ്മിംഗ് പൂളിനോട് ഉപമിക്കാവുന്ന ഒരു തടാകം പോലെയുള്ളൊരു സംവിധാനവും പ്രകൃതി ഇവിടെ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നു. അടുത്തുള്ള പാർക്കെട്ടും ഈ വൻമരങ്ങളുമെല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ വിശാലമായി കുളിക്കാൻ സൗകര്യമുള്ളതിനാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും യഥേഷ്ടം ഇവിടെ മുങ്ങിക്കുളിക്കുവാനുള്ള സൗകര്യമുണ്ട്. ആഴം നന്നേ കുറവായതിനാൽ തെല്ലും അപകട ഭീഷണിയില്ല. മാത്രമല്ല ഇവിടെ എൻട്രി ഫീസും ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ വെള്ളച്ചാട്ടം കാണുവാൻ വരുന്നവർ തൊടുപുഴയിൽ നിന്നും തൊമ്മൻകുത്ത് ബസ്സിൽ കയറി തൊമ്മൻകുത്ത് ഇറങ്ങിയ ശേഷം ഒരല്പം ഒന്ന് നടന്നാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. സ്വന്തം വാഹനത്തിൽ വരുന്നവർ തൊടുപുഴയിൽ നിന്നും 22 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ആഴം കുറവായതിനാൽ ഞാൻ അരികിലേക്ക് അല്പം കൂടി ഇറങ്ങിച്ചെല്ലുവാൻ തീരുമാനിച്ചു. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം വ്യക്തതയോടെ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൊബൈൽ ക്യാമറ ഞാൻ പല ആംഗിളിൽ പിടിച്ച് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത അല്പം പോലും നഷ്ടപ്പെടാതെ ഷൂട്ട് ചെയ്യുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. വലിയ മരങ്ങളുടെ വേരുകൾക്കിടയിലുള്ള മണ്ണുകളെല്ലാം ഒലിച്ചു പോയതിനാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വേരുകൾക്കിടയിൽ കാലുകൾ പോകുവാൻ സാധ്യത ഏറെയാണ്. കെട്ടുപിണഞ്ഞു കിടക്കുന്ന കുറേ പാമ്പുകളെയാണ് നമുക്കവിടെ ഈ വേരുകൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. എങ്കിലും വളരെ വളരെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് ആനചാടിക്കുത്ത്. ഇതാ ഇവിടെ കാണികൾ ഓരോരുത്തരായി വന്നു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു കുട്ടിയും രണ്ടുപേരും അവിടെ കുളിക്കുവാനായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ സാവകാശം ആ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്നു. ചെറിയ മഴയുള്ളതിനാൽ കുട്ടി ഇതാ ഒരു മഴക്കോട്ടുമെല്ലാം ഇട്ടാണ് ഇരിപ്പ്. ആ കുട്ടിയുടെ പേര് നിഹാര എന്നാണ്. തൊടുപുഴയാണ് അവരുടെ വീട്.
അവർ വെള്ളച്ചാട്ടം കാണുവാനും കുളിക്കുവാനും വന്നതാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. സമീപത്തുള്ള പാറയുടെ മുകളിലേക്ക് ഞാൻ ഒന്ന് കയറി ചെന്നു. മഴയത്ത് തെന്നിക്കിടക്കുന്നതിനാൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഞാൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. കയറുന്തോറും പാറയുടെ ഉയരം കൂടിക്കൂടി വരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. മുകളിലേക്ക് കൂടുതൽ പോകാതെ പാറയുടെ മധ്യഭാഗത്ത് നിന്ന് ഞാൻ താഴേക്ക് നോക്കി. അങ്ങകലെ വെള്ളം ചിന്നിച്ചിതറിപ്പോകുന്നത് അവ്യക്തമായി എനിക്ക് കാണുവാൻ കഴിഞ്ഞു. മരക്കൂട്ടങ്ങളും എല്ലാം വളരെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. താഴേക്ക് അഗാധമായ കൊക്കയാണ്. എങ്ങാനും കാൽ തെറ്റി വീണാൽ ഒരു പക്ഷേ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.